ഇറാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തുടക്കം മുതൽ എങ്ങനെയെങ്കിലും തങ്ങളെ കൂടി ഒന്ന് പങ്കെടുപ്പിക്കൂ എന്ന് ഉത്തര കൊറിയ പലകുറി ആവർത്തിച്ചിരുന്നു. ഒരു സമ്മതം മൂളിയാൽ ഒന്നല്ല, ഒരു 100 മിസൈലും 1000 സൈനികരും ഇറാനിലേക്ക് പറന്നെത്തുമെന്ന് ഉത്തര കൊറിയൻ ഏകാധിപതി ഭരണാധികാരി കിം ജോങ് ഉൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ഏറെ വഷളാകുന്ന സാഹചര്യത്തിൽ ഇറാനുള്ള കനത്ത പിന്തുണ, അമേരിക്കയ്ക്കുള്ള കടുത്ത ഭീഷണി, ഇത് രണ്ടും ഒന്നിച്ചു നൽകിയിരിക്കുന്നു ക്രൂയിസ് മിസൈലുകളിലൂടെ. കിമ്മിൻ്റെ കയ്യിൽ നിന്നും ആ ആണവ ബോംബുകൾ ഇറാനിലേക്ക് എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം മതിയോ, അതോ മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ? ഈ ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. 50-ലധികം പോർമുനകൾ, ആണവ പോർമുനകൾ ഇറാന് വേണ്ടി നൽകാൻ തയ്യാറായി തന്നെയാണ് കിം ജോങ് ഉൻ നിലപാട് ഉറപ്പിച്ചിരിക്കുന്നത്. 2013 മുതൽ 2012 കിം ജോങ് ഉൻ അധികാരത്തിലേറി തൊട്ടടുത്ത വർഷം മുതൽ വികസിപ്പിച്ചെടുത്ത പലവിധ ആണവ പോർമുനകൾ, 120-ലധികം പരീക്ഷണങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ. കിം ജോങ് ഉന്നിൻ്റെ പൂർവികരിൽ അച്ഛനും മുത്തച്ഛനും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ കേവലം 30-ൽ താഴെ മാത്രം. ആ ഘട്ടത്തിലാണ് 3-4 ഇരട്ടിയിലധികം തവണ മിസൈൽ പരീക്ഷണം നടത്തി ആണവ പോർമുനയുടെ വലിയ കലവറ തന്നെ തയ്യാറാക്കി അമേരിക്കയെ കാത്തിരിക്കുന്നത്. കേവലം 72 മണിക്കൂറിനുള്ളിൽ കളി മാറ്റിത്തരാമെന്നാണ് ഉത്തര കൊറിയയുടെ മുന്നറിയിപ്പ്. റഷ്യ വഴി ഉത്തര കൊറിയൻ വിമാനം നേരെ ഇറാനിലേക്ക്. വളരെ കലുഷിതമായ സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം കടന്നു പോകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായി മുസ്തഫ ഖമനിയെ തിരഞ്ഞെടുത്ത തൊട്ടു പിറകെ തന്നെ ട്രംപിന്റെ ഭീഷണി വന്നിരുന്നു. അധികകാലം വാഴില്ല എന്നുള്ളത്, സമാധാനപരമായി ഭരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത്, തങ്ങൾക്ക് കൂടി അഭിമതനായിട്ടുള്ള ഒരു നേതാവിന് മാത്രമേ ഇറാനിൽ വാഴിക്കുകയുള്ളൂ. എന്നാൽ ഈ ഘട്ടത്തിൽ മുസ്തഫയ്ക്ക് പൂർണ്ണ പിന്തുണയും നൽകി ഉത്തര കൊറിയ രംഗത്ത് വരികയാണ്. ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി തന്നെ അപലപിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കിം ജോങ് ഉന്നിൻ്റെ വരവ്. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്ത സൈനിക അഭ്യാസം തുടങ്ങിയതിന് പിറകെ തന്നെ ഉഗ്രശേഷിയുള്ള ക്രൂയിസ് മിസൈലുകളാണ് ഉത്തര കൊറിയ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കേവലം പരീക്ഷണങ്ങളല്ല, മുന്നറിയിപ്പുകളാണ്. യുദ്ധകപ്പലായിട്ടുള്ള ചോയ് ഹോണിൽ നിന്നാണ് ഈ മിസൈൽ വിക്ഷേപണം നടത്തിയത്. കടൽ മൈനുകൾ നിക്ഷേപിക്കുന്ന ഇറാന്റെ 16 കപ്പലുകൾ അമേരിക്ക തകർത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിൽ കൂടിയാണ് പരീക്ഷണം കടുപ്പിച്ചുകൊണ്ട് നിലവിൽ ഉത്തര കൊറിയയും രംഗത്ത് വന്നത്. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്നതിനെതിരെ ട്രംപ് നേരത്തെ ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ആർക്കും അപകടം പറ്റുന്ന രീതിയിൽ പ്രത്യേകിച്ച് എണ്ണക്കപ്പലുകളെയും ചരക്ക് കപ്പലുകളെയും ടാർഗറ്റ് ചെയ്യുന്ന പരിപാടി അതിവിടെ അവസാനിപ്പിച്ചിരിക്കണം. ഈ മുന്നറിയിപ്പിന് പിന്നാലെയാണ് 16 കപ്പലുകളെ അമേരിക്ക തകർത്തിരിക്കുന്നത്. തകർത്ത കപ്പലുകളുടെ എണ്ണവും കപ്പലുകളുടെ ദൃശ്യവും അടക്കം അമേരിക്കൻ സൈന്യം പുറത്തുവിട്ട് ഭീഷണി മുഴക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഈ ആക്രമണം ആരംഭിക്കുന്നതിന് 3 ദിവസം മുന്നേ തന്നെ ഇറാൻ ഉത്തര കൊറിയയിൽ നിന്നും ഒരു ആണവായുധം കൈക്കലാക്കാമായിരുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുന്നത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹത്തെ സഹായിച്ച അമേരിക്കൻ അഭിഭാഷകൻ ജോൺ ബോൾട്ടനാണ് ഇക്കാര്യം പറഞ്ഞത്. ഉത്തര കൊറിയൻ സർക്കാരിന് ഒരു വിമാനത്തിൽ ഒരു ആണവ ഉപകരണം സ്ഥാപിക്കാനും റഷ്യയിലൂടെ അത് വഴിതിരിച്ചു വിടാനും അഭ്യർത്ഥന ലഭിച്ച 72 മണിക്കൂറിനുള്ളിൽ അത് ഇറാനിലെത്തിക്കാനും ഒക്കെ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധത്തെ വില കുറച്ച് കാണരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചൈന റഷ്യ അച്ചുതണ്ടിൽ ഇറാനും ഉത്തര കൊറിയയും 2 വ്യത്യസ്ത ശക്തികളാണ്, വ്യത്യസ്ത ധ്രുവങ്ങളിലല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് അവർ തമ്മിലുള്ള സഹകരണം അത് വലിയ ഭീഷണി അമേരിക്കയ്ക്ക് സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. ഇറാൻ വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ആണവായുധം ഇപ്പോഴും അവർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇറാന്റെ ആണവ മോഹങ്ങളിൽ ഒരു വിള്ളൽ വീഴ്ത്തിയെന്ന് മാത്രം. പക്ഷേ ഇറാന് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സഖ്യം ഉപയോഗിച്ചുകൊണ്ട് ഒരായുധം നേടുന്നതിൽ ഒരു പ്രയാസവുമില്ല എന്നാണ് ബോൾട്ടൺ പറയുന്നത്. അമേരിക്കൻ ആക്രമണങ്ങളുടെ തരംഗം അവരുടെ ആണവ പദ്ധതികൾക്ക് തടസ്സമായതിനെ തുടർന്നാണ് ഇറാൻ വേഗത്തിൽ അവരുടെ പുനർനിർമ്മാണം നടത്തുന്നത്. ആയത്തുള്ള അലി ഖമനിയുടെ കൊലപാതകത്തിന് പിറകെ മകൻ മുസ്തഫ ഖമനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി സ്ഥാനമേറ്റ് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രസ്താവന അമേരിക്കയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്. ഒരു തരത്തിലും തങ്ങൾ തീരുമാനിച്ചതിൽ മാറ്റമുണ്ടാകില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി പറയുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ മകൻ മുസ്തഫ ഖമനി തന്നെ ആയിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു.
മുസ്തഫയും പിതാവിൻ്റെ കടുത്ത നിലപാട് തുടരുന്ന വ്യക്തിത്വമായതുകൊണ്ട് തന്നെ ഇറാനിലെ പൗരോഹിത്യ മേഖലയിലും സൈനിക മേഖലയിലും ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ പിതാവിൻ്റെ പിൻഗാമിയാകാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനി ഇദ്ദേഹം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ആരുമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഇപ്പോൾ ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും 1 ലിറ്റർ എണ്ണ പോലും അയക്കാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ ദിവസം ഇറാന്റെ മുന്നറിയിപ്പ് വന്നിരുന്നു. എണ്ണ കയറ്റുമതി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന കടൽപാതയ്ക്ക് സമീപത്ത് അമേരിക്കൻ സൈന്യം ഇതിനു പിറകെയാണ് ഇറാനിയൻ കപ്പലുകളെ നോട്ടമിട്ടത്. ചില ആക്രമണങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങളും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. പേർഷ്യൻ ഗൾഫിനും ഒമാൻ കടലിടുക്കിനും ഉൾക്കടലിനും ഇടയിലുള്ള ഒരേ ഒരു കടൽപാതയാണ് ഈ പറയുന്നത്. അബുദാബിക്കടുത്തുള്ള അൽദഫ്ര എയർബേസിലും ബഹ്റിനിലെ ജുഫൈറയിലും പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനികർക്ക് നേരെ IRGC മിസൈലുകൾ വിക്ഷേപിച്ചെന്നും ഇതിന് ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയുന്നു. ചൊവ്വാഴ്ച രാത്രി ദുബായിലും ടെൽ അവീവിലുമൊക്കെ നിലയ്ക്കാതെ സൈറനുകൾ മുഴങ്ങിയിരുന്നു. അതിനിടയിലാണ് ഇറാനിലെ റഷ്യൻ കോൺസുലേറ്റിന് നേരെ ആക്രമണമുണ്ടായത്. ഇസ്ഫഹാനിലെ കോൺസുലേറ്റിലാണ് ആക്രമണമുണ്ടായതായി നിലവിൽ സൂചന കിട്ടിയിരിക്കുന്നത്. രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്ന് റഷ്യ തറപ്പിച്ചു പറയുന്നു. ആർക്കും പരിക്ക് സംഭവിച്ചതായി ഇതിൽ പറയുന്നില്ല. ഓഫീസ് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. രൂക്ഷമായ സംഘർഷം തുടരുന്നുണ്ട്. പരസ്പരം ഭീഷണി മുഴക്കി അമേരിക്കയും ഇറാനും ഒരുപോലെ തന്നെ നിൽക്കുന്നു, കട്ടയ്ക്ക് നിൽക്കുന്നു.